ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെസ്റ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പുതിയ കോൺസെപ്റ്റ്സ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ പാർഷ്യൽ എഫ് ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കൻസും അതുപോലെ ഇൻഡിവിജ്വൽ സിഗ്നിഫിക്കൻസും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. ഓവറോൾ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ടെസ്റ്റ് ആണ് എടുത്തിരുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടി ടെസ്റ്റ് വഴിയാണ് നോക്കിയത്. ഇനി എങ്ങനെയാണ് പാർഷ്യൽ എഫ് ടെസ്റ്റ് നടത്തുന്നതെന്ന് നോക്കുന്നത്. ഈ പാർഷ്യൽ എഫ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഫുള്ളായിട്ടുള്ള റിഗ്രസറിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും കണ്ടല്ലോ. ഇനി നമ്മൾ ഒരു സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാർഷ്യൽ എഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. We know that y is equal to x beta plus epsilon. ഇതാണ് നമ്മുടെ ഫുൾ മോഡൽ. x beta plus epsilon എന്നുള്ളതാണ് നമ്മുടെ ഫുൾ മോഡൽ. We wish to determine the contribution of a set of regressors to the sum of square due to regression in the full model. നമ്മൾ ഇത് ഫുള്ളായിട്ടുള്ള നമ്മുടെ റിഗ്രസേഴ്സിനകത്തുനിന്ന് ഒരു കുറച്ച് സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ആ കൺസിഡർ ചെയ്ത റിഗ്രസേഴ്സ് നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. We need to determine the contribution of some r less than k of the regressors. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് റിഗ്രസേഴ്സ് k ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ kക്ക് താഴെ r എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് നമ്പർ നമ്മൾ എടുക്കുവാണ്. അതായത് ഇപ്പോൾ നമുക്ക് ടോട്ടൽ 20 റിഗ്രസേഴ്സ് ഉള്ളതെങ്കിൽ ആദ്യത്തെ 8 എണ്ണം നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുക. അപ്പം ആ 8 എണ്ണത്തെ നമ്മൾ കൺസിഡർ ചെയ്യുക 20 എണ്ണം ഉള്ളതിനകത്തുനിന്ന്. അപ്പം അങ്ങനെ നമ്മൾ k റിഗ്രസേഴ്സ് ഉള്ളതിൽ നിന്ന് 6 എണ്ണത്തെ നമ്പർ ഓഫ് റിഗ്രസേഴ്സ് കൺസിഡർ ചെയ്യുവാണ്. r എന്ന് പറയുന്നത് ലെസ് ദാൻ k ആയിരിക്കും. സോ വി ലെറ്റ് x ഈക്വൽ ടു x1 ഗിവൺ x2 വേർ x1 ഹാസ് ഓർഡർ n ക്രോസ് p മൈനസ് r ആൻഡ് x2 ഹാസ് ഓർഡർ n ക്രോസ് r. നമ്മുടെ മോഡലിനെ അപ്പം നമ്മൾ നമ്മുടെ സെറ്റ് ഓഫ് റിഗ്രസേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ സെറ്റ് x1ന്റെ ഓർഡർ എന്ന് പറയുന്നത് n ക്രോസ് p മൈനസ് r ആണ്. അതായത് നമ്മുടെ നേരത്തെ ഓർഡർ എത്രയായിരുന്നു? n ക്രോസ് p അല്ലേ വരുന്നത്. അപ്പോൾ ആ n ക്രോസ് പിക്കകത്തുനിന്ന് 6 റിഗ്രസേഴ്സിനെ മൈനസ് ചെയ്തിട്ടുള്ളതാണ് x1ന്റെ ഡയമെൻഷൻ. അതുപോലെ x2ന്റെ ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ n ക്രോസ് r ആയിരിക്കും. ദെൻ വി ലെറ്റ് കറസ്പോണ്ടിങ് ടു ദീസ് റിഗ്രസീവ് വേരിയബിൾസ് ബീറ്റ ഈക്വൽ ടു ബീറ്റ1 ബീറ്റ2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റനെ നമ്മൾ ബീറ്റ1 എന്നും x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റനെ നമ്മൾ ബീറ്റ2 എന്നും കൺസിഡർ ചെയ്തു. where beta1 has order p minus r cross 1 and beta2 has order r cross 1. beta1ന്റെ ഓർഡർ p minus r cross 1 ആയിരിക്കും. അതുപോലെ beta2ന്റെ ഓർഡർ എന്ന് പറയുന്നത് r cross 1 ആയിരിക്കും. The new model is given by y is equal to x1 beta1 plus x2 beta2 plus epsilon. അതായത് നമ്മുടെ ഫുൾ മോഡൽ ഉണ്ടല്ലോ, ഫുൾ മോഡലിനകത്തുനിന്ന് നമ്മൾ രണ്ട് സെറ്റ് ഓഫ് റിഗ്രസേഴ്സിനെ കൺസിഡർ ചെയ്തില്ലേ. ആ രണ്ട് സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് വെച്ചിട്ട് നമ്മൾ പുതിയ മോഡലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് y is equal to x beta plus epsilonന്റെ കേസിൽ നമുക്കിവിടെ x1 beta1 plus x2 beta2 plus epsilon നമ്മൾ എഴുതി. ഫോർ ദ ഫുൾ മോഡൽ SST equal to SSRES plus SSR. നമുക്കറിയാലോ എപ്പോഴും ടോട്ടൽ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് റിഗ്രസീവ് സം ഓഫ് സ്ക്വയർ പ്ലസ് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-p ആണ്. അതുപോലെ റിഗ്രസീവ് സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k ആണ്. ബീറ്റ ക്യാപ്പിന്റെ വാല്യൂ നമുക്കറിയാം x' x ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു x' y ആണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ x2 ആയിട്ട് എടുത്ത, അതായത് 6 സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ള ആ x2 എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഗ്രഷൻ കോയിഫിഷ്യന്റ് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ beta2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് h0നെ എടുത്തു. അതുപോലെ beta2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് h1നെ കൺസിഡർ ചെയ്തു. അണ്ടർ h0 y is equal to x1 beta1 plus epsilon. അപ്പം beta2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഈ ഒരു ടേം 0 ആവുമല്ലോ. അപ്പം നമ്മുടെ റെഡ്യൂസ്ഡ് മോഡൽ എങ്ങനെ വരും? y is equal to x1 beta1 plus epsilon എന്ന് പറഞ്ഞ് വരും. അപ്പം റെഡ്യൂസ്ഡ് മോഡലിലെ beta1 ക്യാപ്പ് നമുക്ക് കിട്ടും x1 ഡാഷ് x1 ദ ഹോൾ ഡാഷ് ഇൻറ്റു x1 ഡാഷ് ഇൻറ്റു y. നമ്മുടെ ഈ സാധാരണ ഇക്വേഷനകത്ത് എക്സിന്റെ സ്ഥാനത്ത് x ഓഫ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. SSR ഓഫ് beta1 ഈക്വൽ ടു beta1 ക്യാപ്പ്
x1 ഡാഷ് y മൈനസ് എൻ വൈ ബാർ സ്ക്വയർ. SSRന്റെ ഇക്വേഷൻ ആണിത്. അപ്പോൾ ഈ SSRന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഉള്ളത്? k മൈനസ് ആർ ആയിരിക്കും. കാരണം ടോട്ടൽ നമ്പർ ഓഫ് റിഗ്രസേഴ്സ് എത്രയാ? k ആണ്. അതിനകത്തുനിന്ന് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ മൈനസ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്ന ഇതിനകത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k മൈനസ് ആർ ആയിരിക്കും. SSR due to beta 2 given beta 1 is already in the model is given by SSR of beta 2 given beta 1 and is obtained by SSR of beta 2 given beta 1 equal to SSR of beta minus SSR of beta 1. ബീറ്റ 1 നമ്മുടെ മോഡലിൽ ഓൾറെഡി ഉണ്ടായിരിക്കെ ബീറ്റ 2 കാരണം SSR എത്രയാണ് ഉണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ റിഗ്രസീവ് സം ഓഫ് സ്ക്വയറില്ലേ, ആ ടോട്ടൽ റിഗ്രസീവ് സം ഓഫ് സ്ക്വയറിൽ നിന്ന് നമ്മുടെ ബീറ്റ 1 കാരണം ഉണ്ടായത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 എന്ന് പറയുന്നത് SSR ഓഫ് ബീറ്റ മൈനസ് SSR ഓഫ് ബീറ്റ 1 ആയിരിക്കും. അപ്പോൾ SSR ഓഫ് ബീറ്റയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? k അല്ലേ, അതായത് ടോട്ടൽ റിഗ്രസേഴ്സിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെ, അത് k ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ബീറ്റ 1 കാരണം ഉണ്ടായത് മൈനസ് ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് k മൈനസ് ആർ ആയിരിക്കും. അപ്പം കെയും കൂടെ പോയി നമുക്ക് മൈനസ് ഓഫ് മൈനസ് ആർ ആണ്. അപ്പോൾ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. സോ SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 ഈക്വലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഈ ടേം എന്താന്നാ പറഞ്ഞേ? ബീറ്റ 2 കാരണം SSR എത്രയാണ് ഉണ്ടായതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ഗിവൺ ദാറ്റ് ബീറ്റ 1 ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദ മോഡൽ. ദിസ് ഈസ് കോൾഡ് ആൻ എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ബീറ്റ 2. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ ബീറ്റ 2ൻ്റെയാണ് കൺസിഡർ ചെയ്തത്. അപ്പം ബീറ്റ 2 കാരണം ഉണ്ടായ എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് SSRES. ഈ ഒരു ഇക്വേഷൻ കണ്ടോ? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ SSR ഓഫ് ബീറ്റയും SSR ഓഫ് ബീറ്റ 1 മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും SSR ഓഫ് ബീറ്റ 2 മൈനസ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 എന്ന് പറയുന്നത് SSRES ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് SSRESന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ ഒരു ടേം ഇരിക്കുന്നത്. Therefore F equal to SSR of beta 2 given beta 1 divided by R whole divided by SSRES n minus p follows R, n minus p. അപ്പം നമുക്കറിയാം F ടെസ്റ്റിനകത്ത് നമ്മൾ F സ്റ്റാറ്റിസ്റ്റിക് എടുക്കുന്നത് SSRഉം അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ SSRES അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ ഇവിടുത്തെ SSR എങ്ങനെ വരുന്നത്? SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കണ്ടുപിടിച്ചു, 6 ആണ്. സോ SSR ഓഫ് ബീറ്റ 2 ഗിവൺ ബീറ്റ 1 ഹോൾ ഡിവൈഡ് ബൈ R. അതുപോലെ നമുക്ക് SSRES വേണം. SSRES അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, n മൈനസ് p ആയിരിക്കും. ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? F ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. F ഡിസ്ട്രിബ്യൂഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? R, n മൈനസ് p ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ റിജക്ട് H0 if F ഗ്രേറ്റർ ദാൻ F ആൽഫ R, n മൈനസ് p. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ എഫിന്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടുന്ന എഫിന്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. Rejecting H0 means that at least one of the last R independent variables contribute significantly to the model. നമ്മൾ റിജക്റ്റ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റിജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ബീറ്റ 2 നോട്ട് ഈക്വൽ ടു 0 എന്നാണ് കാണിക്കുന്നത്. ബീറ്റ 2 നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത ആ R ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടല്ലോ, അതായത് R ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആ R സെറ്റ് ഓഫ് വേരിയബിൾസ്, അതായത് കുറച്ച് സെറ്റ് ഓഫ് വേരിയബിൾസ് ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ടാണല്ലോ അത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ നോക്കിയത്. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും കൺസിഡർ ചെയ്തിട്ടുള്ള R സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. If the H0 accepted, it means that the last R independent variables does not significantly influence Y. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ബീറ്റ 2 എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ആ R സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ പാർഷ്യൽ എഫ് ടെസ്റ്റ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഓഫ് റിഗ്രസേഴ്സ്
അതിനകത്തുനിന്ന് ഒരു സെറ്റ് ഓഫ് റിഗ്രസേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സെറ്റ് ഓഫ് റിഗ്രസർ നമ്മുടെ മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ പാർഷ്യൽ എഫ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന മെത്തേഡാണ് ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസ്. Many hypotheses about a regression coefficient can be tested using a unified approach. The extra sum of square method is a special case of this procedure. നമുക്ക് റിഗ്രഷൻ കോയിഫിഷ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ ടൈപ്പിലുള്ള ടെസ്റ്റ് നമുക്ക് നടത്താൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ നടത്തിയ ഒരു ടെസ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ട എക്സ്ട്രാ സം ഓഫ് സ്ക്വയറിൻ്റെ. In this case, the sum of square used to test the hypothesis is usually calculated as the difference between two residual sum of square. ആ കേസിൽ നമ്മൾ രണ്ട് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. We interested to test the hypothesis H0 T beta equal to 0 where T is an R cross P matrix constant with rank R. This is called linear hypothesis. ഇപ്പം നമ്മൾ ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ H0 ആയിട്ട് എടുക്കുന്ന T beta equal to 0 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ആ ഇക്വേഷനകത്ത് T എന്ന് പറയുന്നത് ഒരു R cross T മെട്രിക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. വി നോ ദാറ്റ് y is equal to x beta plus epsilon. അപ്പോൾ നമ്മുടെ അതാണ് ഫുൾ മോഡൽ. y is equal to x beta plus epsilon എന്ന് പറയുന്നതായിരിക്കുമല്ലോ നമ്മുടെ ഫുൾ മോഡൽ. ഫോർ ദ ഫുൾ മോഡൽ SSRE is equal to y dash y minus beta cap dash x dash y with n minus p degrees of freedom. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. SSR of residuals എന്ന് പറയുന്നത് y dash y minus beta cap dash into x dash y ആയിരിക്കും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n മൈനസ് പി ആയിരിക്കും. ബീറ്റ ക്യാപ്പിന്റെ വാല്യൂ നമുക്കറിയാം. ബീറ്റ ക്യാപിക്കൽ ടു എക്സ് ഡാഷ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ആണ്. വി ഒബ്റ്റെയിൻ ദ റെഡ്യൂസ്ഡ് മോഡൽ അണ്ടർ ഹൈപ്പോത്തസിസ് ബൈ സോൾവിംഗ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ടി ബീറ്റ ഈക്വൽ ടു 0. വി ഗെറ്റ് പി മൈനസ് ആർ കോമ്പിനേഷൻ ഓഫ് ബീറ്റ ജെ. അപ്പോൾ നമ്മുടെ H0 എന്ന് പറയുന്നത് ടി ബീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റെഡ്യൂസ്ഡ് മോഡൽ കിട്ടും. ആ റെഡ്യൂസ്ഡ് മോഡൽ എന്ന് പറയുന്നത് y is equal to z ടോപ്പ് പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് പി മൈനസ് ആർ കോമ്പിനേഷൻ ഓഫ് ബീറ്റ ജെ ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ്ഡ് മോഡൽ എഴുതിയത് y is equal to z ടോപ്പ് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ആണ് നമ്മുടെ റെഡ്യൂസ്ഡ് മോഡലായിട്ട് എടുത്തിരിക്കുന്നത്. വിത്ത് SSRE is equal to y dash y minus top cap dash z dash y with n minus p plus r degrees of freedom. ഈ ഒരു റെഡ്യൂസ്ഡ് മോഡലിനകത്തുനിന്ന് നമ്മൾ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് y dash y മൈനസ് ടോപ്പ് ക്യാപ് ഡാഷ് z ഡാഷ് y എന്നുള്ള SSREs ആണ് കിട്ടുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n മൈനസ് പി പ്ലസ് ആർ ആയിരിക്കും. നമ്മുടെ സാധാരണ SSREസും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റയുടെ സ്ഥാനത്ത് ടോ എന്ന് പറയുന്ന ഒരു കോയിഫിഷ്യൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ റിഗ്രസേഴ്സിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് ക്യാപ്പ് നമുക്ക് എങ്ങനെ കിട്ടുന്നത് ബീറ്റ ക്യാപ്പ് കിട്ടുന്ന പോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ഇസഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇസഡ് ഡാഷ് ഇസഡ് ഇത് ഹോൾ ഡാഷ് ഇൻറ്റു ഇസഡ് ഡാഷ് വൈ എന്നാണ് നമുക്ക് ടോപ്പ് ക്യാപ്പ് കിട്ടുന്നത്. അപ്പം നമുക്ക് റെഡ്യൂസ്ഡ് മോഡലും ഫുൾ മോഡലും കിട്ടി. വി നോട്ട് ദാറ്റ് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ഓഫ് റെഡ്യൂസ്ഡ് മോഡൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ഓഫ് ഫുൾ മോഡൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലായത് റെഡ്യൂസ്ഡ് മോഡലിന്റെ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ആണ് ഫുൾ മോഡലിനെക്കാട്ടിലും ഗ്രേറ്റർ എന്ന്? റെഡ്യൂസ്ഡ് മോഡലിലെ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടോ? n മൈനസ് പി പ്ലസ് ആർ ആണ്. അതുപോലെ ഫുൾ മോഡലിലെ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? n മൈനസ് പി ആണ്. അപ്പോൾ n മൈനസ് പിയുടെ കൂടെ ആർ എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയറിന്റെ റെഡ്യൂസ്ഡ് മോഡലിന്റെ കേസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ റെഡ്യൂസ്ഡ് മോഡലിന്റെ കൂടുതലായിരിക്കും ഫുൾ മോഡലിനെ കാട്ടിലും. ദ ഡിഫറൻസ് വാല്യൂ ഈസ് എ സം ഓഫ് സ്ക്വയർ ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു വ്യത്യാസത്തിനെ നമ്മൾ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർ ഓഫ് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ SSH ആയിട്ട് ഡിനോട്ട് ചെയ്തു. SSH ഈക്വൽ ടു residual sum of square of reduced model minus residual sum of square of full model with r degrees of freedom. r degrees of freedom എങ്ങനെ കിട്ടിയത്? ഇവിടെ നമുക്കറിയാം n മൈനസ് പി പ്ലസ് ആർ ആണ്. അതിൽ നിന്ന് നമ്മൾ n മൈനസ് പി മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് r കിട്ടും. അപ്പോൾ r ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും സം ഓഫ് സ്ക്വയർ ഓഫ് ഹൈപ്പോത്തസിസിന്. SSH is independent of residual sum of square of full model.
SSHന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? 6 ആണ്. 6 എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ മോഡലിലെ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫുൾ മോഡലിലെ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? n-p ആണ്. അപ്പം നമുക്ക് 6 എന്ന് പറയുന്ന ഒരു വാല്യൂ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിന്റെ ഫുൾ മോഡലിന്റെ കേസിലില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും സം ഓഫ് സ്ക്വയർ ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഓഫ് ഫുൾ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്. The test statistic is given by f is equal to SSH divided by R the whole divided by SSRES divided by n-p. ഇപ്പം നമ്മൾ സാധാരണ പോലെ തന്നെ എഫ് സ്റ്റാറ്റിസ്റ്റിക് കൺസിഡർ ചെയ്തു. എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ SSH ആണ് എടുത്തിരിക്കുന്നത് അപ്പർ ലിമിറ്റ് ആയിട്ട്. അപ്പോൾ SSH അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ ഡിനോമിനേറ്റർ നമുക്കറിയാം SSRES divided by n-p ആണ്. അപ്പോൾ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ? R, n-p ആയിരിക്കും. നമ്മൾ എല്ലാ കേസിലും പറയുന്ന പോലെ തന്നെ റിജക്ട് H0 if f greater than f alpha R, n-p. നമ്മൾ കണ്ടുപിടിച്ച എഫിന്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടുന്ന എഫിന്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസിന്റെ കേസ്. നമുക്ക് 2-3 എക്സാമ്പിൾസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മുടെ ഫുൾ മോഡൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത് y is equal to β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് β3 x3 പ്ലസ് എപ്സിലോൺ എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ മോഡൽ. ഫോർ ദ ഫുൾ മോഡൽ SSRES ഓഫ് ഫുൾ മോഡൽ ഹാസ് n-p ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫുൾ മോഡലിലെ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-p ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് n-4 ആണ് വരുന്നത്. പി എന്ന് പറയുന്നത് എന്താ? k+1. ഇവിടെ എത്ര റിഗ്രസേഴ്സ് ആ ഉള്ളത്? x1 x2 x3 3 റിഗ്രസേഴ്സ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് k+1 ആണ്. അപ്പോൾ 3 + 1 4. അപ്പോൾ n-p എന്ന് പറയുന്നത് n-4 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫുൾ മോഡലിലെ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. വി വിഷ് ടു ടെസ്റ്റ് H0 β1 = β3. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് H0 β1 = β3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് H0 β1 = β3 ആണ്. അതായത് β1 എന്ന് പറയുന്ന ആ ഒരു റിഗ്രഷൻ കോയിഫിഷ്യന്റ് തന്നെയാണോ β3 എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദിസ് ഹൈപ്പോത്തസിസ് മേ ബി സ്റ്റേറ്റഡ് ആസ് H0 t β = 0 where t = 0, 1, 0, -1. അപ്പം നമുക്കിത് നമ്മുടെ ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ടി ആയിട്ട് എടുക്കുന്നത് 0, 1, 0, -1 ആണ്. ഈ ടി എങ്ങനെയാണ് ഈ 0, 1, 0, -1 വന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആദ്യമേ നോക്കുന്നു. അപ്പോൾ നൾ ഹൈപ്പോത്തസിസിനകത്ത് നമുക്കറിയാം ഇവിടെ ഏതൊക്കെ വാല്യൂസ് ഉള്ളത്? β1ഉം β3ഉം ആണ് ഉള്ളത്. അപ്പം നമ്മൾ β0ന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യമേ 0 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ β1ന്റെ കോയിഫിഷ്യന്റ് വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ അതിനെ 1 കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇനി β2ന്റെ വാല്യൂ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം β2നെ നമ്മൾ 0 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് β3യുടെ വാല്യൂ വേണം. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഇപ്പോൾ ഇക്വേഷനിൽ നമ്മൾ β3നെ ഇടത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? β1 - β3 = 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ β3യുടെ കോയിഫിഷ്യന്റ് എത്രയായിരിക്കും? -1. അപ്പം അങ്ങനെയാണ് നമ്മൾ ടി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ടി മെട്രിക്സ് നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മുടെ നൾ ഹൈപ്പോത്തസിസിനെ കൺസിഡർ ചെയ്യും. നൾ ഹൈപ്പോത്തസിസിനകത്തെ ഓരോ റിഗ്രഷൻ കോയിഫിഷ്യന്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് ആണ് നമ്മൾ ടി ആയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ റിഗ്രഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് β0 ആണ്. അപ്പോൾ β0ന്റെ വാല്യൂ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ 0 എന്ന് കൊടുത്തു. β1ന്റെ കോയിഫിഷ്യന്റ് വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ 1 എന്ന് കൊടുത്തു. β2ന്റെ കോയിഫിഷ്യന്റ് വാല്യൂ ഇല്ല, അത് 0. β3 എന്ന് പറയുന്നത് നമ്മൾ LHSലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് β1 - β3 = 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ β3യുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ടി മെട്രിക്സ് കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്ത ടി മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 × R ആണ്. There is only one equation t β = 0, namely β1 = β1 - β3 = 0. Substituting this equation into a full model gives a reduced model. നമുക്കറിയാം നമ്മുടെ ഫുൾ മോഡൽ എന്ന് പറയുന്നത് y is equal to β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് β3 x3 പ്ലസ് എപ്സിലോൺ ആണ്. ഇവിടെ നമുക്ക് β1ഉം β3യും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് β3 x3 എന്നുള്ള ഈ ഒരു കേസിൽ നമുക്ക് β1 എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
അതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? നമ്മുടെ എച്ച് നോട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് β1 ഈക്വൽ ടു β3 എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ കോയിഫിഷ്യന്റ് β3 ആയിരുന്നു വരേണ്ടത്. അപ്പം നമ്മുടെ നൾ ഹൈപ്പോത്തസിസിൽ β1 തന്നെയാണ് β3. സോ നമ്മൾ β3ക്ക് പകരം β1 എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം. β0 പ്ലസ് β1 ഇതിനും ഇവിടെയും കോമൺ ആയതുകൊണ്ട് β1 വെളിയിലെടുത്തു. x1 പ്ലസ് x3 പ്ലസ് β2 x2 പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞെടുത്തു. ഇപ്പം നമ്മൾ ഈ സെറ്റ് ഓഫ് ഒബ്സർവേഷനെ നമ്മൾ വേറൊരു ടേമിൽ റെപ്രസെന്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു γ0 പ്ലസ് γ1 z1 പ്ലസ് γ2 z2 പ്ലസ് എപ്സിലോൺ. ഇവിടെ γ0 എന്ന് പറയുന്നത് β0 ആണ്, γ1 എന്ന് പറയുന്നത് β1 ആണ്, z1 എന്ന് പറയുന്നത് x1 പ്ലസ് x3 ആണ്, അതുപോലെ β2 എന്ന് പറയുന്നതാണ് γ2, x2 എന്ന് പറയുന്നതാണ് z2, എപ്സിലോൺ അതുപോലെ തന്നെ. We would find SSRES of reduced model with n-4 plus 1 equal to n-3 degrees of freedom by fitting the reduced model. റെഡ്യൂസ്ഡ് മോഡലിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ഒരെണ്ണം കൂടെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ β1നെയും β3നെയും ഒരുമിച്ച് ഒരു ഇതായിട്ട് β1ന്റെ ടേംസിലാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പം നമുക്ക് n-4 പ്ലസ് 1 n-3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും നമ്മൾ ഈ എടുത്തിരിക്കുന്ന റെഡ്യൂസ്ഡ് മോഡലിൽ. The sum of square due to hypothesis SSH equal to SSRES reduced model minus SSRES full model. അതായത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഓഫ് റെഡ്യൂസ്ഡ് മോഡൽ മൈനസ് റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഓഫ് ഫുൾ മോഡലാണ്. അപ്പോൾ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെഡ്യൂസ്ഡ് മോഡലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-3 ആണ്. അതിൽ നിന്ന് നമ്മൾ ഫുൾ മോഡലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-4 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ആൻഡ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ഹൈപ്പോത്തസിസിൽ കിട്ടുന്നത്. The F ratio is F0 equal to SSH divided by 1 the whole divided by SSRES of full model divided by n-4. ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസിന്റെ കേസിൽ നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കണ്ടാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസിന്റെ സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയ 1 ദ ഹോൾ ഡിവൈഡ് ബൈ റെസിജ്വൽ സം ഓഫ് സ്ക്വയറിന്റെ ഫുൾ മോഡലിന്റെ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇതാണ് നമ്മളൊരു എക്സാമ്പിൾ വഴി ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസ് കണ്ടത്. ഇപ്പോൾ കൺസിഡർ ചെയ്ത ഈ എക്സാമ്പിളിൽ നമ്മൾ H0 ആയിട്ട് ഒരൊറ്റ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്ക് ഒരു സെറ്റ് ഓഫ് എക്സാമ്പിളൂടെ കാണാം. അതിൽ നമ്മൾ H0 രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ T മെട്രിക്സ് വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഫുൾ മോഡലായിട്ട് എടുക്കുന്നത് നേരത്തെ പോലെ തന്നെ y = β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് β3 x3 പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ H0 എന്ന് പറയുന്നത് β1 = β3 അതുപോലെ β2 = 0 എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് β1 തന്നെയാണോ β3 എന്നും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ β2 എന്ന് പറയുന്നത് 0 ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ T മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതായത് β1 = β3 എന്നുള്ളതാണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ T എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലേ, β0ന്റെ കോയിഫിഷ്യൻ്റ് ഉണ്ടോ ഈ ഇക്വേഷനകത്ത്? ഇല്ല. അപ്പം β0ന്റെ വാല്യൂ 0. ഇനി β1 ഉണ്ട്, അതിന്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. β2ൻ്റെത് ഇതിനകത്തില്ല, സോ അവിടെ 0. β3 LHSലോട്ട് പോകുന്നുണ്ട്. β1 മൈനസ് β3 = 0 എന്ന് വരും. അപ്പം β3യുടെ കോയിഫിഷ്യൻ്റ് -1 ആയിരിക്കും. ഫസ്റ്റ് റോ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻ β2 = 0 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് റോയിൽ വരുന്നത്. ഇവിടെ നമുക്ക് β2ന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ നമ്മൾ β2ൻ്റെ അവിടെ 1 ഇട്ട് കൊടുത്തു, ബാക്കിയെല്ലാം 0. അപ്പോൾ നമുക്ക് നമ്മുടെ T മെട്രിക്സ് ഇവിടെ കിട്ടി. ഇപ്പോൾ ദർ ആർ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മെട്രിക്സിൽ നിന്ന് നമുക്ക് 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് β1 മൈനസ് β3 = 0 എന്നുള്ളതും അതുപോലെ രണ്ടാമത്തത് β2 = 0 എന്നുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു 2 സെറ്റ് ഓഫ് ഇക്വേഷൻ വെച്ച് നമ്മുടെ റെഡ്യൂസ്ഡ് മോഡലിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ y = β0 പ്ലസ് β1 x1 പ്ലസ് β1 x3 പ്ലസ് എപ്സിലോൺ എന്നുള്ള രീതിയാണ്. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്? ഇവിടെ നമ്മുടെ β0 പ്ലസ് β1 x1 അതേപോലെ തന്നെ എഴുതി. β2 എന്ന് പറയുന്നത് 0 ആണ്, സോ ഈ ഒരു ടേം ഇല്ല. β3 എന്ന് പറയുന്നത് തന്നെയാണ് β1, സോ β1 x3 ആയിട്ട് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈക്വൽ ടു β0 പ്ലസ് ഈ β1 രണ്ടും കോമൺ ആണ്, സോ β1 വെളിയിലെടുത്തു. β1 ഇൻറ്റു x1 പ്ലസ് x3 എന്നെടുത്തു പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ എന്ത് നേരത്തെ പോലെ തന്നെ ഇതിനെ γ0 എന്നും γ1 എന്നും z1 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു.
റെഡ്യൂസ്ഡ് മോഡലിന്റെ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റെസിജ്വലിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും? n-2 ആയിരിക്കും. നേരത്തെ ഉള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെക്കാട്ടിലും 2 കൂടുതലായിരിക്കും. സോ n-4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഇവിടെ വരുന്നത്. സോ SSR ഹാസ് n-2 മൈനസ് n-4 ഈക്വൽ ടു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇവിടെ ഹൈപ്പോത്തസിസ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ഹൈപ്പോത്തസിസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും? റെഡ്യൂസ്ഡ് മോഡലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ഫുൾ മോഡലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മൈനസ് ചെയ്യുന്നു. സോ n-2 മൈനസ് n-4 എന്ന് പറയുന്നത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ എഫ് റേഷ്യോ, അതായത് എഫ് സ്റ്റാറ്റിസ്റ്റിക് കൺസിഡർ ചെയ്യുമ്പോൾ F0 ഈക്വൽ ടു ഹൈപ്പോത്തസിസ് സം ഓഫ് സ്ക്വയർ അതിന്റെ ഡിവൈഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയ 2 ദ ഹോൾ ഡിവൈഡ് ബൈ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ ഓഫ് ഫുൾ മോഡൽ ഹോൾ ഡിവൈഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസിൽ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ ഒന്നിക്കുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മുടെ മോഡൽ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോഡലിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച എഫിന്റെ വാല്യൂ നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടുന്ന എഫിന്റെ വാല്യൂവിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും, നേരെ മറിച്ച് കുറവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മൾ റിഗ്രഷൻ കോയിഫിഷ്യൻസ് വെച്ചിട്ട് കുറേ സെറ്റ് ഓഫ് ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എക്സ്ട്രാ സം ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ പാർഷ്യൽ എഫ് ടെസ്റ്റും അതുപോലെ തന്നെ ജനറൽ ലീനിയർ ഹൈപ്പോത്തസിസുമാണ്. അപ്പോൾ ഈ 2 മെത്തേഡ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. താങ്ക് യു.